ഒരു ഘട്ടത്തിൽ ഒരു ക്ലാഷ് റിലീസൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി സുധാ കോങ്കര ചിത്രമായ പരാശക്തിയുടെ ടീം ഒഫീഷ്യലി അറിയിക്കുന്നു ജനുവരി 10-ാം തീയതി ഞങ്ങൾ റിലീസിനെത്താൻ പോവുകയാണെന്ന്. ഇവിടെ ആലോചിച്ച് നോക്കിയേ, ജനുവരി 9-ാം തീയതിയാണ് വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് വരുന്നത്. പരാശക്തി ആദ്യം പ്ലാൻ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 14-ാം തീയതിയാണ്. അപ്പോൾ പോലും അതിനൊരു ക്ലാഷ് റിലീസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം ജനനായകൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പരാശക്തിയുടെ വരവ്. പക്ഷേ തിയേറ്റേഴ്സിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും അവർക്ക് കിട്ടുന്ന സംസാരം, റിപ്പോർട്ട്സ്, പ്രഷേഴ്സ് ഇതെല്ലാം കാരണം അവർ പ്രീപോണ്ട് ചെയ്ത് ജനുവരി 10-ാം തീയതിയിലേക്ക് ഈ റിലീസ് മാറ്റിവെച്ചേക്കാണ്. ഇത് മൊത്തത്തിൽ പൊങ്കൽ റിലീസിനെ തന്നെ ഒരു വലിയ കളർഫുൾ ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ജനനായകൻ പോലൊരു സിനിമ, വിജയുടെ അവസാനത്തെ സിനിമ, ഒരു വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്യുന്ന സിനിമ, തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സിനിമ. ആ സിനിമയാണ് പൊങ്കലിൽ ജനുവരി 9-ാം തീയതി എത്തുന്നത്. വിജയ ആരാധകർ കൂട്ടത്തോട് തന്നെ ഇപ്പോൾ തന്നെ പല തിയേറ്ററുകളിലെയും സ്പെഷ്യൽ ഫാൻ ഷോ, സ്പെഷ്യൽ ടിക്കറ്റ്സ് എല്ലാ രീതിയിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ജനനായകൻ. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയാണ് ജനനായകൻ. ഒരു പക്ഷേ വിജയുടെ അവസാനത്തെ സിനിമയായിരിക്കും. ആ സിനിമ സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദാണ്. ഇപ്പോൾ അനിരുദ്ധ് രവിചന്ദ്രനാണ് അതിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ലീഡ് റോളുകളായി എത്തുന്നത് പൂജ ഹെഗ്ഡെയും മമിത ബൈജുവാണ്. അപ്പോൾ ഈ സിനിമ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ബിസിനസ് വൈസ് ആണ്. ജനനായകനെ സംബന്ധിച്ചിടത്തോളം, വിജയുടെ അവസാനത്തെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് ഒരു ഓപ്പൺ സ്പേസ് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്. കാരണം 69-ാമത്തെ സിനിമയോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും. അപ്പോൾ അതിൻ്റെ പ്രചാരണം, അതിൻ്റെ ഭാഗമൊക്കെയായി സിനിമ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വിജയ് എത്തുകയാണ്. വിജയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തൻ കരിയറിന് ഉച്ചത്തിൽ അത്രയും പീക്ക് പോയിന്റിൽ നിൽക്കുന്ന വിജയ് തൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായ രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും ജനുവരി 9. കാരണം ജനനായകൻ എന്ന റിലീസിന് കഴിഞ്ഞാൽ പിന്നെ വിജയ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞു. സിനിമയുടെ അതിർവരമ്പുകളൊക്കെ താണ്ടി നടന്ന വിജയുടെ കരിയർ അവസാനിക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്നത് വിജയ്ക്ക് അവിടെ ഒരു ഓപ്പൺ ഡേറ്റ് കിട്ടുമെന്നുള്ളതാണ്. പല സിനിമകളും റിലീസ് മാറ്റിവെക്കാം. വിജയ് പോലൊരു സൗത്ത് ഇന്ത്യൻ താരത്തിന് ഇത്രയധികം ബൗണ്ടറീസും മാർക്കറ്റ്സും പല രാജ്യങ്ങളിൽ, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഫാൻ ബേസ്, യൂറോപ്പിലും UK-ലും ഒക്കെ അദ്ദേഹത്തെ സൃഷ്ടിച്ച ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ആൻഡ് വണ്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം സുധാ കോങ്കര ചിത്രമായ പരാശക്തിയുടെ ടീം പ്രീപോണ്ട് ചെയ്ത് റിലീസ് ജനുവരി 10-ാം തീയതിയിലേക്ക് ആക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം വിജയ് ചിത്രം ജനുവരി 9-ാം തീയതിയും ഈ പരാശക്തി എന്ന സുധാ കോങ്കരയുടെ ചിത്രത്തിൽ നായകനാരാണെന്നറിയാവോ? ശിവകാർത്തികേയൻ. ജനുവരി 10-ാം തീയതി ശിവകാർത്തികേയൻ്റെ പരാശക്തിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ശിവകാർത്തികേയനുണ്ട്, ജയം രവിയുണ്ട്, അഥർവയുണ്ട്, ശ്രീലീലയുണ്ട്. ഇതുപോലുള്ള 4 പ്രധാനപ്പെട്ട താരങ്ങളുമായിട്ടാണ് സുധാ കോങ്കര പരാശക്തിയുമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് നമ്മൾ വേറൊരു സ്കീമാറ്റിക്സ് ആലോചിക്കേണ്ടത്. അതായത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയായിരുന്നു നായകൻ. ആ വിജയ് നായകനാകുന്ന ചിത്രത്തിൽ അവസാനം തുപ്പാക്കി പുടിങ്ക ശിവ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആ തുപ്പാക്കി എടുത്ത് ശിവകാർത്തികേയനാണ് കൈമാറുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടായത് വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ കരിയറിൻ അടുത്തയാളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു, ആ വ്യക്തിയായി കണ്ടെടുത്തത് ശിവകാർത്തികേയനാണ് എന്നതുപോലും ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതിനുശേഷം വിജയുമായി ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സംഭാവന ചെയ്ത മുരുകദോസ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത അടുത്ത നായകൻ ആരാണെന്ന് അറിയാവോ? ശിവകാർത്തികേയനാണ്. ആ ശിവകാർത്തികേയനുമായിട്ടാണ് ഏറ്റവും ഒടുവിൽ മദ്രാസി എന്ന് പറഞ്ഞ സിനിമ AR മുരുകദോസ് സംവിധാനം ചെയ്തത്. മദ്രാസി ഹിറ്റായിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്ത് മുരുകദോസാണ്. മുരുകദോസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിലൊക്കെ പോയി സിക്കന്ദർ പോലൊരു ഏറ്റവും വലിയ ബോംബ് സിനിമ ഉണ്ടാക്കിയിട്ടാണ് തമിഴിലേക്ക് വരുന്നത്. ഡേറ്റ് കൊടുത്തത് ശിവകാർത്തികേയനാണ്. ശിവകാർത്തികേയനുമായിട്ട് ഒന്നിച്ചൊരു ഹിറ്റ് ഉണ്ടാക്കി. മുരുകദോസിൻ്റെ കരിയർ എടുത്ത് നോക്കിയാൽ പോലും ഇതുപോലെ ഫ്ലോപ്പുകൾ നിറഞ്ഞ ശേഷം പിന്നീട് വിജയ് കൊടുത്ത ഒരു കൈക്ക് മേലാണ് മുരുകദോസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത്. ഏത് സിനിമയാണ് ഞാൻ പറയണ്ടല്ലോ മക്കളെ, കത്തി. ആ കത്തിക്ക് ശേഷം ഉണ്ടായ ഹൈപ്പ് മുരുകദോസ് എന്ന സംവിധായകന് ചെറുതൊന്നും ആയിരുന്നില്ല. ഇനി നോക്കിക്കേ ഇത് എങ്ങോട്ടാ കാര്യങ്ങൾ മാറുന്നതെന്ന്. അതായത് വിജയുടെ അടുത്ത വ്യക്തി എന്ന് കരുതിയിരുന്ന ശിവകാർത്തികേയൻ ഇപ്പോൾ വിജയ്ക്കൊപ്പം ക്ലാഷ് റിലീസ് വരാൻ പോകുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആകെ മൊത്തത്തിൽ മാറാൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 2 സിനിമകൾ ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസത്തെ ഡിസിഷൻ വല്ലാത്ത ഷോക്കിംഗ് തന്നെയായിരുന്നു പരാശക്തി ടീമിൻ്റെ ഭാഗത്തു നിന്നും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ക്ലാഷ് റിലീസ് വിജയ്ക്കൊപ്പം വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും വർഷം എടുത്ത് നോക്കിയാൽ പോലും വിജയ്ക്ക് തിയേറ്ററിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മെഗാ മാസ് ഇമ്പാക്റ്റ് എടുത്ത് നോക്കിയാൽ പോലും വിജയ്ക്ക്
വിജയ്ക്കൊപ്പം ക്ലാഷ് റിലീസ് വെക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തമിഴ്നാട്ടിലെ ഹൃദയസ്പന്ദമായ അജിത്ത് എന്ന നായകൻ്റെയും കൂടിയായിരിക്കും. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, വാരിസ് എന്ന സിനിമ സംവിധാനം ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ വാരിസ് എന്ന സിനിമ റിലീസാകുന്ന സമയത്ത് വിജയ് നായകനാകുന്ന ചിത്രം ഇതുപോലൊരു പൊങ്കൽ റിലീസിനെത്തിയാണ്. ആ സമയത്ത് വിജയുടെ വാരിസിനൊപ്പം ക്ലാഷ് വെച്ചത് ഏത് സിനിമയാണെന്നറിയാവോ? ഇന്ന് ജനനായകൻ എന്ന സിനിമ സംവിധാനം ചെയ്ത എച്ച് വിനോദിന്റെ അന്നത്തെ ചിത്രമായ തുനിവാണ്. അതിലെ നായകൻ ആരാന്നറിയാവോ? തല അജിത്ത് എന്ന് അന്ന് വിളിച്ചുകൊണ്ടിരുന്ന അജിത് കുമാർ. ഇന്ന് തല എന്ന് അദ്ദേഹം വിളിക്കാറില്ല. വിജയും അജിത്തും ചേർന്ന ഒരു ക്ലാഷ് റിലീസാണ് വാരിസും തുരുവിനും നമ്മൾ കണ്ടത്. അങ്ങനെ വിജയ്ക്കൊപ്പം ക്ലാഷ് റിലീസ് വെക്കുന്ന ഒരു ടയർ 1 നായകൻ നിലവിൽ ഇപ്പോൾ ശിവകാർത്തികേയൻ ടയർ 1 പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ദ മേജർ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ കഴിയത്തില്ല ശിവകാർത്തികേയനെ. ശിവകാർത്തികേയൻ ഇപ്പോഴും നമ്മൾ ടയർ 2-ൽ വെക്കുന്ന ഒരു നായകനാണ്. ടയർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമൽഹാസൻ, രജനീകാന്ത്, അല്ലെങ്കിൽ വിജയ്, സൂര്യ, അജിത്ത് ഇതുപോലുള്ള താരങ്ങളെ തന്നെയാണ്, തർക്കമില്ല. ഇപ്പം ശിവകാർത്തികേയനും ധനുഷിനെയും ആര്യയും ഉൾപ്പെടെയുള്ള താരങ്ങളെ നമ്മൾ എന്തുകൊണ്ട് ടയർ 2-ൽ വെക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ വർഷങ്ങൾ ഇതെല്ലാം കൂടി കണക്കിലാക്കിക്കൊണ്ടാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇതിനൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പരാശക്തി വേഴ്സസ് ജനനായകൻ എന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണവും അതാണ്. പൊങ്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടുകാർക്ക് ഒരു ഉത്സവമാണ്, ഫീസ്റ്റാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ, ഒരു മേജർ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നതും പൊങ്കൽ തന്നെയാണ്. അവിടെ ഈ രണ്ട് താരങ്ങളുടെയും സിനിമകൾ വരുമ്പോഴാണ് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പലരും പറയുമായിരിക്കും ജനനായകനും പരാശക്തിക്കും പ്രേക്ഷകർക്ക് കയറിയാലോ എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഒരു സിനിമ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തിയേറ്റർ ബിസിനസ്സുകളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു സിനിമ, ഒരു ഫാമിലി മൊത്തം ഒരു സിനിമ കാണണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? 1000, 1200 രൂപയൊക്കെ വേണ്ടി വരും. അങ്ങനെ 2 സിനിമകൾക്കും കൂടി 2500 രൂപ നിങ്ങളൊരു മാസത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കളയോ കുടുംബപരമായി? ഇല്ല. ഫാമിലി ഓഡിയൻസ് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും തിയേറ്റർ ഭരിക്കുന്നതെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കം വേണ്ട. അവിടെ നിൽക്കുമ്പോഴാണ് ഇതിലേത് സിനിമ ജനങ്ങൾ ഓപ്റ്റ് ചെയ്യുമെന്നൊരു ചോദ്യം വരുന്നത്. സ്വാഭാവികമായിട്ട് യൂത്തുകാരാണ്, കോളേജ് പിള്ളേരായിരിക്കാം, അവരൊക്കെ ചിലപ്പോൾ 2 പടത്തിനും കയറുമായിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു സെക്ടർ ഉണ്ടല്ലോ, ദ ഫാമിലി സെക്ടർ, ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടീം ഉണ്ടല്ലോ, നമ്മൾ അവരെയാണ് കംപ്രൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അവരിതിൽ ഏത് പടത്തിന് പോകും? വിജയെപ്പോലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ എന്നൊരു വലിയ ഹൈപ്പിൽ, കൊടുമുട്ടി ഹൈപ്പിൽ എത്തുന്ന ഒരു സിനിമയാണ്. അത് ബീറ്റ് ചെയ്യാൻ പരാശക്തിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായും ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ ജനനായകൻ തന്നെ മുന്നിട്ട് നിൽക്കും ആദ്യത്തെ ആഴ്ചയിൽ, തർക്കമൊന്നും വേണ്ട. കാരണം ആരാധകരും ഫാൻസും എല്ലാവരും ഇടിച്ചു കയറുന്ന വിജയുടെ അവസാനത്തെ സിനിമ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ഇപ്പോഴേ നമുക്ക് വിധി എഴുതാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് പരാശക്തിക്ക് ഇടിച്ചു കയറാൻ സാധിച്ചാൽ, കാരണം അതിൻ്റെ വണ്ടർഫുൾ ടെക്നിക്കൽ ക്രൂ തന്നെയാണ്, സുധാ കൊങ്കരയുടെ സംവിധാനമാണ്. നമ്മൾ സൂര്യ റിപ്പോർട്ടിൽ എന്താണ് സുധാ കൊങ്കര ചെയ്തതെന്ന് നമുക്കറിയാം. പാവൈ കഥകളിൽ എന്താണ് സുധാ കൊങ്കര ചെയ്തതെന്ന് നമുക്കറിയാം. സുധാ കൊങ്കരയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡയറക്ടേഴ്സ്, മണിരത്നത്തിൻ്റെ സ്കൂളിൽ നിന്നും വന്ന സുധാ കൊങ്കരയ്ക്ക് എന്ത് മാജിക് തിയേറ്റേഴ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ബേസിക്കലി മോർ ഓവർ ശിവകാർത്തികേയൻ പടം, ശിവകാർത്തികേയൻ, രവിമോഹൻ, അതായത് ജയം രവി, ശ്രീലീല, അഥർവ, ഇങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റും കൂടെ വരികയാണ്. ഇവർക്കെല്ലാവർക്കും ചേർന്ന് അപ്പുറത്ത് നിൽക്കുന്ന വിജയെ തൊടാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. തൊടാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആദ്യത്തെ ആഴ്ചയിലല്ല, തുടർന്നങ്ങോട്ട്. ഇഫ് ജനനായകൻ റിസീവ്സ് ആൻ ആവറേജ് റെസ്പോൺസ് ആൻഡ് പരാശക്തി റിസീവ്സ് ഗ്രേറ്റ് റെസ്പോൺസ്, ഉറപ്പായിട്ടും ഒരു വമ്പൻ ക്ലാഷ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. തമിഴ് സിനിമാ മേഖലയിൽ പോലും ഇതുപോലൊരു ക്ലാഷ് നമ്മൾ കാണത്തില്ല, കണ്ടിട്ട് തന്നെ വർഷങ്ങളായിട്ട് എന്ന് വേണം തന്നെ പറയാൻ. അതുകൊണ്ടാണ് ഞാൻ വിജയ് അജിത്ത് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നെ ഇവിടെ മാറ്റിയിട്ട് വിജയ് ശിവകാർത്തികേയൻ പോലൊരു ഇക്വേഷനിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം അതാണ് റിയാലിറ്റി, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി വരുമ്പോഴാണ് ഇവിടെ ഇത്രയും വലിയൊരു ഹൈപ്പിൽ റിലീസാകാൻ പോകുന്ന 2 മെഗാ മാസ് സിനിമകൾ ഒന്നിച്ച് പൊങ്കലിൽ ഒരേ ആഴ്ചയിൽ റിലീസാകാൻ പോകുന്ന ഒരു കാഴ്ചയും കൂടി വരുന്നത്. അങ്ങനെ 2 മെഗാ മാസ് സിനിമകൾ വരുമ്പോഴേക്കും വിജയമാർക്കൊപ്പം കാത്തിരുന്ന് കാണാം.